ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥയൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഈ കഥയിലൊന്നുമില്ല, നമ്മുടെ എന്താ പറയുക, ഇവൾക്ക് നമ്മുടെ നന്ദു ഇരിക്കുന്ന സമയത്ത് നമ്മുടെ CI പറഞ്ഞയക്കുകയാണ്. അവിടുത്തെ വേറൊരു പോലീസ് ഓഫീസറെ പറഞ്ഞയക്കുന്നുണ്ട്. കുറച്ച് ആ പ്രായം ചെന്ന ആൾ, അയാളുടെ പേരെന്തോ. അപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞു, മേഡത്തിനെ CI സാറ് വിളിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ പറയും, ഇയാളെന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന് ചോദിക്കുക. ദേഷ്യം വന്നിട്ടാ പറയാം, അതറിയില്ല മാഡം എന്ന് പറയും. അയാൾക്ക് എന്ത് കാര്യമുണ്ട്? അയാൾ എൻ്റെ പേഴ്സണൽ കാര്യത്തിലൊക്കെ കയറി ഇടപെടുന്നുണ്ട്. എന്ത് കാര്യത്തിന് അയാളത് എൻ്റെ കാര്യങ്ങളിലൊക്കെ അയാൾ ഇടപെടുന്നത് അറിയുമ്പോൾ, അറിയില്ല മാഡം, എന്നോടെന്തായാലും മേഡത്തിനോടൊന്ന് മേഡത്തെ ഒന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് മാഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ ശല്യമായി എന്നൊക്കെ പറയുന്നുണ്ട്. പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുകയാണ് അയാൾ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവസാനം അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇയാളിങ്ങനെ ഫോണിലൊക്കെ നോക്കി സുന്ദരനാണെന്നൊക്കെ ഒന്നും കൂടി ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദു അങ്ങോട്ട് ചെല്ലുന്നത്. നന്ദു ചെല്ലുമ്പോൾ അയാളൊരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കും. ഇത് നീച്ച് എന്നിട്ട് പറയൂ നന്ദു, പറയൂ, എൻ്റെ ഈ ഭാഗം കാണുമ്പോൾ മുഖത്തിൻ്റെ ഒരു സൈഡ് നീച്ച് കാണിച്ചിട്ട് പറയും, ഇവിടെ കാണുമ്പോൾ നന്ദുവിന് എന്താ തോന്നണത്, ആരെപ്പോലെയാണ് തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു ഇങ്ങനെ നോക്കും, ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സാർ എന്തിനാ വിളിപ്പിച്ച് വയ്ക്കും മുഷിഞ്ഞിട്ട് തന്നെ. അപ്പോൾ പറയും, ഞാൻ നന്ദുവിനോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അനിരുദ്ധനെ പറ്റി. ആ പയ്യൻ്റെ പേരെന്താ, അനന്തപുരിയിലെ ആ പയ്യൻ്റെ പേര് നിറയ്ക്കുമ്പോൾ അനി അറിയും. അതാണോ അയാളുടെ ശരിക്കുള്ള ഫുൾ പേര് വയ്ക്കുമ്പോൾ, അല്ല, അനിരുദ്ധൻ അറിയും. അയാളെന്തിനാ നന്ദുവിൻ്റെ പിറകെ നടക്കുന്നത്? അയാൾ നന്ദുവിൻ്റെ 2 ചേച്ചിമാരെ അങ്ങോട്ട് കല്യാണം കഴിച്ചു വെച്ചിട്ട് അയാൾ എന്തിനാണ് പുറത്ത് നന്ദുവിൻ്റെ കാര്യങ്ങളിലൊക്കെ വന്ന് ഇടപെടുന്നത്? അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമാവണില്ല എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ പറയും, സാറിന് എന്താ വേണ്ടതെന്ന് വയ്ക്കും. അപ്പോൾ നന്ദു വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ, ഞാൻ നന്ദുവിൻ്റെ വീട്ടിൽ പോയിരുന്നു, പെണ്ണന്വേഷിക്കാൻ വേണ്ടി പോയിരുന്നു എന്ന് പറയും. അപ്പോൾ പറയും, സാർ എന്തിനാണ് എന്നോട് പറയേണ്ട എൻ്റെ വീട്ടിൽ പോയത്? സാറിന് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ എന്ന് വയ്ക്കുമ്പോൾ പറയും, നന്ദുവിനോടൊക്കെ ഞാൻ പിന്നെ സംസാരിക്കും, എനിക്ക് ആദ്യം കാരണവന്മാരായിട്ടാണ് സംസാരിക്കേണ്ടത്. ഞാൻ പോയി നന്ദുവിൻ്റെ അച്ഛനോടും അമ്മോടും സംസാരിച്ചു. പിന്നെ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ വീട്ടുകാർക്കും അതിൽ ഒരു റോളുമില്ല. ഇത്ര കാലം ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഒരു പെൺകുട്ടീനെ. എനിക്ക് ഇപ്പോഴാണ് ആ പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ അന്ന് വന്നില്ലേ, ഇപ്പോൾ ഒരു മാമൻ വന്നില്ലേ ഇന്നലെ മിനിഞ്ഞാന്ന്, അദ്ദേഹത്തിൻ്റെ മകൾ വരെ എന്നെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രേമലേഖനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഒരു പെൺകുട്ടിയെയും പോലും തിരഞ്ഞെടുക്കാതെ ഞാൻ ഇത്രയും കാത്തിരുന്നത് നന്ദുവിനെ പോലെയുള്ളൊരു പെൺകുട്ടിയാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് നന്ദുവിൻ്റെ വീട്ടിൽ നേരിട്ട് ചെന്ന് ഞാൻ കല്യാണാലോചിച്ചത് എന്നിങ്ങനെ പറയാണ്. ഇവളാണെങ്കിൽ, സാർ, ഞാൻ കല്യാണം കഴിക്കാനുള്ളൊരു തീരുമാനത്തിലല്ല. ഒന്നാമത് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയണം. ആലോചിക്കാലോ, ഇനി അതിനിപ്പോൾ എന്താ, ആലോചിക്കാലോ എന്നൊക്കെ പറയണം. അപ്പോൾ പറയും, സാർ വിചാരിക്കുന്ന പോലെയല്ലേ, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ എനിക്ക് ഏജ് ഓവറായി തുടങ്ങിയിട്ടുണ്ട്, ഇനിയും കാത്തിരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അയാൾ. അപ്പോൾ നന്ദു പറയും, എന്തായാലും എനിക്ക് ഇനിയിപ്പോൾ വേറൊരു പെൺകുട്ടിയെ ഞാൻ അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഇയാൾ നടന്ന് നമ്മുടെ നന്ദുവിൻ്റെ പിറകിൽ വന്നെത്തി. നന്ദു സീറ്റിലിരിക്കുകയാണ്. അയാൾ നിന്നിട്ട് നന്ദുവിൻ്റെ സീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വേറൊരു പെൺകുട്ടിയെ ഇനി ഞാൻ അന്വേഷിക്കുന്നില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഇനി നന്ദു വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, സാർ, ഞാനൊരു കല്യാണത്തിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, ഞാൻ ഇതുവരെ അതിനു വേണ്ടി മാനസികമായിട്ട് ഒരുങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ എന്തിനാ ഒരുങ്ങുന്നത്, ഒക്കെ റെഡിയല്ലേ, എപ്പോഴാണ് വേണ്ടത് പറഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാം, ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയണം. നന്ദുവിന് അവസാനം ദേഷ്യം വന്നിട്ട് പറയും, സാറിന് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ പറയും, അതല്ല, പാർക്കിലോ ബീച്ചിലോ റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും പറയും. അപ്പോൾ എടുത്ത വഴിക്ക് നന്ദു പറയും, ഈ പാർക്കിലും ബീച്ചിലും റെസ്റ്റോറൻറ്റിലും കറങ്ങാൻ പറ്റിയ പ്രായമല്ല നമ്മളുടെ. ഒന്നാമത് നമ്മൾ രണ്ടാളും ഈ പോലീസ് സ്റ്റേഷനിൽ 2 ഓഫീസർമാരാണ്. ശരി, അത് ശരിയാണ്, ഞാനത് മറന്നു എന്ന് പറയും. എന്നാൽ പിന്നെ റെസ്റ്റോറൻറ്റ് പോയിരിക്കാലോ അറിയൂ. അപ്പോൾ എടുത്ത് വഴിക്കുന്നത് പറയും, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് പോവുകയാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് അയാൾ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നമ്മളെ അനന്തപുരിയിൽ ജലജയും ജാനകിയും കൂടെ മറ്റേത് 3 ത്രിമൂർത്തികളായിരുന്നു. ഇപ്പോൾ അനാമിക ഇല്ലാത്തതുകൊണ്ട് ഈ എവിടേക്കൊക്കെ ഭാഷണം കലക്കാൻ പറ്റുമോ നോക്കിക്കൊണ്ട് നടക്കുന്ന 2 കഥാപാത്രങ്ങളാണ് ജലജയും ജാനകിയും. അപ്പോൾ അവർ സിറ്റൗട്ടിൽ തന്നെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അനിയാണ്ട് വരുന്നുണ്ട്. അപ്പോൾ അനി വരുന്നതിൻ്റെ മുന്നേ ഇവർ എടുത്തിട്ടിരിക്കുന്നത് നന്ദുവിൻ്റെ കല്യാണാലോചന തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയായാലും അവൾക്ക് നല്ലൊരു ആലോചന വന്നല്ലോ, അപ്പോൾ അതേ ജോലിയുള്ള ഒരു ആളിനെയാണല്ലോ കിട്ടിയത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനി വരുന്നത്. അപ്പോൾ അനി വരുമ്പോൾ പറയും, വരുന്നുണ്ട് നിരാശ കാമുകൻ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നീ അറിഞ്ഞില്ലേ അനി
എന്ന് ചോദിക്കുകയാണ് ജലജ. അപ്പോൾ എന്ത് നോക്കിയാണ്. അപ്പോൾ നിൻ്റെ കാമുകിയില്ലേ, നിൻ്റെ കാമുകിക്ക് നല്ലൊരു കല്യാണാലോചന വന്നത് നീ അറിഞ്ഞില്ലേ എന്ന് പറയും. കാമുകിയോ എന്ന് നോക്കിയാൽ പറയും, ഓ നിനക്ക് അറിയില്ലേ നന്ദുവിനെ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്, അവളവളുടെ കല്യാണം തീരുമാനിക്കാൻ പോവാത്രേ എന്ന് പറയാണ്. അപ്പോൾ ആരാ ഇത് പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ആര് പറയാനാ, ആരും പറയണ്ട, ഞങ്ങൾക്കൊക്കെ അറിയാം, അല്ലാണ്ട് അതൊക്കെ തീരുമാനിച്ചു, നീ ഇങ്ങനെ നടന്നോ, നിന്നെക്കാളും നല്ല കേമന ഒരാളെ കിട്ടിയപ്പോൾ അവർ നിൻ്റെ കാര്യം മറന്നു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആകെ ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഏതാന്നിട്ട് മനസ്സിലാവണമില്ലല്ലോ. അപ്പോൾ ഇനിയെങ്കിലും നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, അല്ലെങ്കിൽ നീ വേറൊരു കല്യാണം കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ ജലജ പറയണ്ട. അപ്പോൾ പറയും, വേറൊരു കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ, എനിക്ക് അനാമിക മോൾ തന്നെ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാണ് ജാനകി കേട്ടോ. അപ്പോൾ അത് അനി അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ അവൾ നല്ല ഒരു പെണ്ണും ഈ വീട്ടിലേക്ക് വരരുത്, നിൻ്റെ മകൻ ഇനി ഒരിക്കലും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അത്രയും നല്ലത് എന്നിങ്ങനെ ജലജ മനസ്സിൽ വിചാരിക്കുകയാണേ. അത് കഴിഞ്ഞ് പിന്നെ ചെല്ലുന്നത് നമ്മളെ നന്ദു അല്ല നയന എന്തോ വരയ്ക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് അനിരുദ്ധൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ നയനെടുത്തി എന്ന് വിളിക്കുന്നുണ്ട് അനി പോയിട്ട്. അപ്പോൾ എന്താന്ന് നോക്കുമ്പോൾ, എന്താ നന്ദുവിൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോകണമെന്ന് നോക്കുമ്പോൾ, അതെ അതിനെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ഉറപ്പിക്കണ്ടേ എന്ന് ചോദിക്കും ദേവയാനി. അപ്പോൾ വല്യമ്മയും വലിയച്ഛനൊക്കെ കൂടെയാണോ നന്ദുവിനുള്ള കല്യാണം കൊടുക്കുന്നത്, ചേച്ചിയും നയനടുത്തിയും ഏട്ടനൊക്കെയാണോ തീരുമാനിച്ചത് എന്ന് ചോദിക്കുക. പറയും, ഞങ്ങളാരുമല്ല തീരുമാനിച്ചത് ആ പയ്യൻ നല്ലൊരാളാണ്, അയാൾ വന്നിട്ട് നേരിട്ട് അച്ഛനോടും അമ്മോടും ചോദിച്ചിട്ട് അവരാണ് തീരുമാനിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, അതെങ്ങനെ ശരിയാവും, അത് നടക്കില്ല അറിയും, അതെങ്ങനെ നടക്കാതിരിക്കുക, അത് നടക്കും എന്ന് നയനയും പറയും കേട്ടോ. അപ്പോൾ പറയും, ഏതാ പയ്യൻ എന്നൊക്കെ ചോദിക്കുകയാണ്. പയ്യൻ അവളെ നന്നായിട്ട് അറിയുന്ന ആൾ തന്നെയാണ്. അറിയുമ്പോൾ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തിനാടാ നിനക്ക് കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, മുടക്കാനൊന്നുമല്ല, ആളറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. അപ്പോൾ പറയും, ആൾ വേറെ ആരുമല്ല, ആ CI തന്നെയാണ്, അയാളാണ് ആലോചിച്ച്, അയാൾ നേരിട്ട് വീട്ടിൽ പോയി ചോദിക്കുകയാണ് ഉണ്ടായത് എന്ന് പറയും. അപ്പോൾ പറയും, അയാളോ ആ തടി അയാൾക്ക് ഏജ് കൂടുതലാണെന്ന് പറയും. അയാൾക്ക് ഏജൊന്നുമില്ല, അയാളാണ് അയാൾ നേരിട്ട് വീട്ടിൽ പോയി പെണ്ണന്വേഷിക്കുകയോ ചെയ്തത്, അങ്ങനെ തന്നെ വേണ്ടത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതെങ്ങനെ ഇപ്പോൾ ശരിയാവുക എന്നൊക്കെ ചോദിക്കുകയാണ് അനി കേട്ടോ. എന്നിട്ട് അറിയാം. പിന്നെ ഇപ്പോൾ പോകാൻ നിൽക്കുമ്പോൾ, നീ എങ്ങോട്ടാണ് പോണത് എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. എനിക്ക് ജ്വല്ലറി പോകണമെന്ന് അറിയും. അപ്പോൾ പറയും, നീ ജ്വല്ലറിയിൽ പോക്കില്ലല്ലോ എന്നറിയും. 3 ബ്രാഞ്ച് എന്നെ ഏൽപ്പിച്ചതല്ലേ, എനിക്ക് അവിടെ തന്നെ പോകണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് പോരുന്ന സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട് നയനോട്, ഇനി ഇവനെങ്ങാനും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുമോ എന്ന് പറയുമ്പോൾ, പോകാൻ വഴി ഉണ്ടാവില്ല എന്നറിയും. വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ദേവയാനി ഇവനോട് ചോദിക്കുന്നുണ്ട്, നീ ആളെ അറിഞ്ഞ് കല്യാണം മുടക്കാനാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറെ വല്ല പ്രശ്നമാകും വയ്ക്കുമ്പോൾ, അതൊന്നും ഉണ്ടാവില്ല, നന്ദുണ്ടല്ലോ അവിടെ എന്നറിയണം. അവൻ നേരെ പോണത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ കറക്റ്റ് സമയത്ത് അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടാവും, CI വരുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാണ് അങ്ങോട്ട് വന്നത് എന്ന് അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, നിനക്ക് എന്തെങ്കിലും പരാതി കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ നന്ദുവിനെ കാണാൻ വന്നത്, SI നന്ദുവിനെ കാണാൻ വന്നതാണ് പറയും. അപ്പോൾ പറയും, ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി മാറ്റേഴ്സിന് അതിനു വേണ്ടി സംസാരിക്കാൻ അറിയും. അപ്പോൾ അയാൾ എടുത്തൊഴിക്കറിയും, നിങ്ങളുടെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ അവിടെ, കുടുംബകാര്യങ്ങളൊക്കെ വീട്ടിൽ മതി ചർച്ച ചെയ്യും, ഇവിടെ അല്ല എന്ന് പറയും. അപ്പോൾ പറയും, സാറേ ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, സാധാരണക്കാരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എന്താ വരരുതെന്ന് പറയും, സാറിന് എന്താ അവകാശം എന്ന് ചോദിക്കുക. അപ്പോൾ അയാളെടുത്ത് ഒഴുക്കി അറിയും, നിന്നെപ്പോലുള്ള ഞരമ്പന്മാർക്ക് ഈ പെൺപിള്ളേരുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത് ഒരു ഹോബി ആയിരിക്കാം എന്ന് പറയണം. അപ്പോൾ അടുത്ത വഴിക്ക് അറിയും, ഒരു ഞരമ്പനെ മറ്റൊരു ഞരമ്പനെ കണ്ടാൽ അറിയുള്ളൂ എന്ന്, അങ്ങനെ ഒരു ഡയലോഗ് ആയിരിക്കും. ഇയാൾ ഒറ്റ അടി അടിക്കും മുഖത്ത്. ആ അടി അടിക്കുന്നത് നമ്മളെ നന്ദു കാണുന്നുണ്ട്, കൂടെ മറ്റേ പോലീസുകാരനുണ്ട്. അപ്പോൾ അടിച്ച് കഴിയുമ്പോൾ പറയും, അനാവശ്യം പറയുന്നടാ, നീ ആരോടാടാ സംസാരിക്കുന്നത്, കടന്നു പോടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആട്ടി വിടുകയാണ്. അപ്പോൾ നന്ദു അനിയനെ കാണുന്നു, രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ട്. കാരണം നന്ദുവിനൊന്നും പറയാൻ നിവർത്തിയില്ല. കാരണം സാറ് ഇതിനെ തല്ലീന്ന് നന്ദു ചോദിക്കുന്നുണ്ട് അനിയോട്. അവൻ എന്നെ വിളിച്ചിട്ടില്ല, ഞാനും പറഞ്ഞു, അവന് ഇതല്ല ചെയ്യേണ്ടത്, അവന് ഇതിൽ സെല്ലിലിട്ട് ചവിട്ടി കൂട്ടുക ചെയ്യേണ്ടത്, അവൻ ആരോടാ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുകയാണ്. നന്ദുവിൻ്റെ മുന്നിൽ ഹീറോ ആവാൻ കിട്ടിയ ചാൻസ് അല്ലേ. അപ്പോൾ പറയും, സാറ് വല്ല കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ അടിക്കേണ്ടത് എന്നറിയും. അങ്ങനെ അയാൾ അറിയും, ഇതല്ല ഇതിൻ്റെ അപ്പുറം ഞാൻ അവന് ചെയ്യും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓടിച്ച് വിടുക കേട്ടോ. അങ്ങനെ പോകും. അനിയും പോകുന്നുണ്ട്, എൻ്റെ പിന്നാലെ ഇയാൾ പോലീസുകാരനും CIയും പോകുന്നുണ്ട്.
അപ്പോൾ നന്ദുവിന് ആകെപ്പാടെ സങ്കടമാവാണ്. അപ്പോൾ ആ പോലീസുകാരനോട് പറയും, മറ്റേ അവളെ കൂടെയുള്ള പോലീസുകാരനോട് പറഞ്ഞു, വല്ല കാര്യം ഉണ്ടായിരുന്നോ, അനന്തപുരിയിൽ മുത്തശ്ശൻ അറിഞ്ഞ് ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യുകയെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യുക എന്നുള്ളത്. അല്ല ഇപ്പോൾ തല്ലണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഇവർ രണ്ടാളും കൂടെ ചോദിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് ആകെപ്പാടെ വിഷമമായിട്ട് പിന്നെ ഫോൺ എടുത്തിട്ട് അനിയനെ വിളിക്കുകയാണ്. അപ്പോൾ അനിയനെ വിളിക്കുന്ന സമയത്ത് പിന്നെ അനി ചോദിക്കുന്ന അനി ഫോൺ എടുക്കുന്നു. അപ്പോൾ അവൻ ആകെ വിഷമിച്ചിരിക്കുക. അപ്പോൾ മുഖത്ത് തല്ലിയ പാടുണ്ട് അനിയുടെ. അപ്പോൾ നന്ദു ചോദിക്കുക, അനി പിന്നെ സോറി അനി അറിയപ്പോൾ അറിയാം, എന്നാലും നീ എന്നോട് ഇത് ചെയ്യേണ്ടിയിരുന്നില്ല അറിയുമ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും എന്നെ തല്ലി നടിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നറിയും. നിൻ്റെ ദേഹത്ത് കൈ വെച്ച് ആ കൈ ഞാൻ ഓടിക്കും, പക്ഷേ ഇതെനിക്ക് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല, അതിൻ്റെ സീനിയർ ഓഫീസറാണ്, എനിക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ലായിരുന്നു അനി, ഇതാണെന്ന് പറയും. മതി എനിക്ക് മനസ്സിലായി, നിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അനി നല്ലോണം ദേഷ്യപ്പെടുകയാണ് നീതുവിനോട്. അങ്ങനെ ഇത് ഫോൺ വെക്കുകയാണ്. എനിക്ക് മതി, നീ എന്നോട് സംസാരിക്കേണ്ട, വെച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുക. അപ്പോൾ നന്ദുവിന് അത് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് ആ സംഭവം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇപ്പോൾ നമ്മളുടെ പത്രമാരിൻ്റെ കഥ പോണത്. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇടയ്ക്കൊരു ഫോൺ ഓഫായത് ഞാൻ കണ്ടില്ല, ചിലപ്പോൾ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവുക, ക്ഷമിക്കുക കേട്ടോ. കഥയാണ്. പിന്നെ വേറെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.